രക്ഷപ്രായപ്പാൻ എന്ത് ചെയ്യണം? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും. അപ്പൊ നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നില്ല, അല്ലെ എല്ലാത്തിന്റെയും കൂടെ ഒരു രൂപമായിട്ട് ഇവനെ കണ്ടേ ആണോ? അല്ലല്ലോ. സഹോദരി, ഒരു പെൺകുട്ടി എല്ലാ പുരുഷന്മാരെ പോലും ഒരു പുരുഷനായിട്ടാണോ ഭർത്താവിനെ കാണുന്നത്? അല്ലല്ലോ. നിങ്ങൾ എനിക്ക് എല്ലാ വിഗ്രഹങ്ങളും നടക്കുക യേശുക്രിസ്തുവിന് ഒരു പുരുഷൻ ഒരു രൂപം കൂടെ വെച്ചിട്ട് അതിന് മുമ്പിൽ ഈശോ മിശിഹായി ഞങ്ങൾ സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഞാൻ പറഞ്ഞ ഉപമയുണ്ട്, ഒരു പെൺകുട്ടിക്ക് എല്ലാ പുരുഷന്മാരെ പോലും ഒരു പുരുഷൻ അതാണ് ഭർത്താവെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ക്രിസ്തു, നിങ്ങൾ അതിനെല്ലാം തള്ളണം. എല്ലാ പുരുഷന്മാരെയും തള്ളിയിട്ട് ഇവനെ ഏക ഭർത്താവായിട്ട് സ്വീകരിക്കുന്ന പോലെ യേശുക്രിസ്തുവിനെ ഏക രക്ഷകനായിട്ട് മറ്റൊന്നിന്റെ മുമ്പിൽ പോയി തല വണങ്ങിയേക്കില്ല. അച്ഛന്റെ മുമ്പിൽ പോയി തിരുമേനി എന്ന് പറഞ്ഞ് വണങ്ങിയേക്കില്ല. തിരുമേനി എന്ന് വെച്ചാൽ ദൈവം എന്നാ. ഇവൻ ദൈവമാണോ? പിതാവിന്ന് വിളിച്ചാൽ എന്തുവാ? ദൈവം എന്നാ. നിങ്ങൾ പിതാവായിട്ട് ഒരുവനേ ഉള്ളൂ, സ്വർഗസ്ഥൻ തന്നെ. ഭൂമിയിൽ ആരെ നിങ്ങൾ പിതാവെന്ന് അയാളുടെ പോയി വലിയ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ ലജ്ജയില്ല. അതെല്ലാം വിട്ടുകള. രക്ഷപ്പെടണമെങ്കിൽ വേറെ വഴിയില്ല. അല്ല ഉപദേശം അല്ല എന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പൈസ എല്ലാം കൊടുത്താലും നിങ്ങൾക്ക് ഒരു രക്ഷ ഉണ്ടാകത്തില്ല. നിങ്ങൾ തന്നെ സമർപ്പിതമായിട്ട് നിങ്ങളൊരു ബന്ധുക്കോസഭയിൽ ഒരു ഉപദേശിക്കേണ്ട പുള്ളി സംസാരിച്ച് വചനം പഠിച്ച് വായിച്ച് മനസ്സിലാക്കി സ്നാനമേറ്റ് പുതിയ സൃഷ്ടിയാകുമ്പോൾ ഒരു ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുമ്പോൾ ദൈവം നിങ്ങളുടെ ബന്ധമാണ്. നിങ്ങൾ പിന്നെ പാപിയല്ല. ഞങ്ങൾക്ക് വിശുദ്ധന്മാരാണ്. അഹങ്കാരമല്ല, അതാ താഴ്മ. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന താഴ്മ. നമുക്ക് ഒരു പ്രാർത്ഥിച്ചവരായിരിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, തങ്കച്ചാനായിട്ട് റിയൽ സ്റ്റേഷനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇവരോട് സംസാരിച്ച വചനം ഇവർക്ക് രക്ഷാകരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വരണം. അത് ഇരുട്ടിന്റെ കോട്ടയിൽ നിന്ന് ഇവരെ വീണ്ടെടുക്കണം. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആസ്വദിച്ച് ഞങ്ങൾ പ്രസംഗിച്ച ഈ വചനം അവരുടെ ജീവിതത്തിൽ രക്ഷയുണ്ടാകട്ടെ. ലൂദിയ ശ്രദ്ധ വെച്ച് കേട്ടു, അവരുടെ ഹൃദയം ദൈവം തുറന്നു കൊടുത്ത പോലെ ഇന്ന് ഈ വചനം കർത്താവ് ഇരുവരുടെയും ഹൃദയത്തിൽ സമാധാനവും സന്തോഷമായിട്ട് വീഴട്ടെ. ഇവരുടെ രക്ഷാനുഭവത്തിലേക്ക് വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകളും നിറച്ചാട്ട് ഈ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇരുട്ടിന്റെ കോട്ടകൾ ഞങ്ങളുടെ കാഴ്ചയില്ല. യേശുക്രിസ്തു നാമത്തിൽ അമരണം. അസാധാരണമായിരിക്കും ചില പ്രവൃത്തികൾ ഈ ദേശത്തുണ്ടാകണം. അവിടുത്തെ കൃപ കൂടിയിരിക്കണം. ഞങ്ങൾക്ക് വീണ്ടും കാണുവാനും കൂട്ടായ്മയായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ.